ഒരു രൂപ പോലും കയ്യിലില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ കേട്ടോ. ട്രാവൽസിൽ അന്വേഷിച്ചപ്പോ അവന്റെ കാമുകി അവനെയും പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞു എന്നുള്ള കാര്യം സുധി മനസ്സിലാക്കാണ്. സുധി ആകെപ്പാടെ വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ സച്ചിയോട് അച്ഛൻ ചടങ്ങുകൾ നടത്താനായിട്ട് അങ്ങോട്ടേക്ക് ഇരിക്കാൻ പറയാണ്. ഈ സമയം രേവതിയും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ രേവതിനെയും സച്ചിനെയും കൂടിയിട്ട് അവിടെ എല്ലാവരും ഇരുത്താണ്. ഈ സമയത്ത് രേവതി നിലവിളക്കമൊക്കെ ആയിട്ട് വന്ന് പൂജാമുറിൽ വെക്കുകയും ചടങ്ങുകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സച്ചി പറയാണ്, എന്തിനാ ഇരിക്കുന്നേ, എന്തിനാ ചടങ്ങുകളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വേണം, അതൊക്കെ ഒരു ആചാരങ്ങളാണ് എന്നും പറഞ്ഞിട്ട് അച്ഛൻ സച്ചിയോടും രേവതിയോടും അവിടെ ഇരിക്കാൻ പറയുന്നു. അങ്ങനെ അവരോട് ഇരിക്കുന്ന സമയത്ത് ഇതാ ഈ പാല് കുടിക്കുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പാല് കൊടുക്കുന്ന സമയത്ത് അവൻ മൊത്തം കുടിക്കാൻ പോവാണ്. അപ്പോഴേക്കും അച്ഛൻ പറയണ, വേണ്ട വേണ്ട, മുഴുവൻ കുടിക്കരുത്, ബാക്കി പാല് രേവതിക്ക് കൊടുക്കുമെന്ന് പറയുമ്പോ സച്ചി ചോദിക്കാണ്, അതെന്താ ഈ വീട്ടില് വേറെ പാലൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, ഇതൊക്കെ ഒരു ചടങ്ങല്ലേ മോനെ, അത് അതിൻ്റെതായ രീതിക്ക് അങ്ങ് നടക്കട്ടെ എന്ന് പറയുന്നു. ശേഷം എണീറ്റ് പോകാൻ പോകുമ്പോഴേക്കും മുത്തശ്ശി പറയാണ്, കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ടെന്നും പറഞ്ഞിട്ട് സച്ചിയുടെ കയ്യിലേക്ക് കുറച്ച് പഴവും പാലും അടങ്ങിയത് കൊടുക്കാണ് മുത്തശ്ശി. എന്നിട്ട് അവനത് കുടിക്കാൻ പോകുമ്പം അതിന്റെ കുറച്ച് വാരി നീ അവൾക്കും കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് സ്പൂണിൽ കോരി കുടിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതി ഇത് മേടിച്ച് കുടിക്കുന്നതും സച്ചി നോക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ സച്ചി തന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. സച്ചിക്ക് ഇതെല്ലാം കണ്ടിട്ട് ആകെപ്പാട് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ, എന്താ മോനെ, എന്താ നിനക്കൊരു മുഖത്തൊരു വിളർച്ച പോലെ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഞാൻ ഓഫീസിലേക്ക് പോവാണെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഇന്നിനി എങ്ങോട്ടും പോവണ്ട, ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറയാണ്. ശേഷം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ രേവതിയുടെ അമ്മയ്ക്ക് നല്ല ചുമ വരുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ അനിയത്തി പോയിട്ട് അടുക്കളയിൽ പോയിട്ട് ഗ്യാസിൽ വെള്ളം തിളപ്പിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ സച്ചിൻ അനിയൻ അങ്ങോട്ടേക്ക് വന്നിട്ട് രേവതിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രേവതിയുടെ അനിയത്തിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുമുണ്ട്. ആ വെള്ളം കയ്യിലെടുക്കുമ്പോൾ അവളുടെ കയ്യിൽ പൊള്ളലേക്കാണ്. ഈ സമയത്ത് സച്ചിയുടെ അനിയൻ അവളുടെ കയ്യിൽ പിടിച്ച് ഊതി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് വരുന്ന സച്ചിയുടെ അമ്മ അവനെയും അവളെയും നല്ലവണ്ണം വഴക്ക് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ആദ്യ രാത്രിക്ക് വേണ്ടിയിട്ട് എല്ലാരും രേവതിയെ അണിയിച്ചൊരുക്കാണ്. സുധീയുടെ മുറിയിൽ വെച്ചിട്ടാണ് എല്ലാരും അണിയിച്ചൊരുക്കുന്നത്. അതുപോലെ തന്നെ സുധീയുടെ മുറിയും മുല്ലപ്പൂക്കളൊക്കെ ഇട്ട് മണിയറയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുക്കുന്നുണ്ട്. ഇതേ സമയത്ത് സച്ചിയുടെ അമ്മ വന്നിട്ട് ചോദിക്കാണ്, അല്ല ഈ മുറിയിൽ വെച്ചിട്ടാണോ ഇതൊക്കെ നടത്തുന്നത്, അപ്പോൾ എന്റെ മകൻ വന്നാൽ എവിടെ കിടക്കും? അപ്പോഴേക്കും സച്ചിയുടെ അച്ഛൻ പറയാണ്, അതെ, ഇനി ഈ വീട്ടിലേക്ക് അവൻ വന്നാൽ ഇങ്ങോട്ടാരും കയറ്റാൻ പോകുന്നില്ല, അവൻ ഇനി ഈ പടിക്ക് പുറത്താണ്, ഇതിനി മുതൽ സച്ചിയുടെയും രേവതിയുടെയും മുറിയാണെന്ന് പറയുന്നു. കേട്ട് സച്ചിയുടെ അമ്മ ആകെപ്പാടെ കലിമുണ്ട് അങ്ങനെ നിൽക്കാനട്ടോ. അപ്പൊ എന്തായാലും അമ്മായിമ്മ പോലുള്ള സ്കോപ്പ് ഉറപ്പായി. എല്ലാ ദിവസവും ഇതിന്റെ റിവ്യൂസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. മിസ്സാവാതിരിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.